പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ, കർത്താവിൻ്റെ നാമത്തിൽ ഉച്ച മുതൽ ഉള്ളങ്കാർ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങനെ വചനമാണല്ലോ അങ്ങനെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങനെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതിയുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ അനുവദിക്കുകയും ചെയ്യട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അറിവിൻ്റെ വരത്തെക്കുറിച്ചാണ് നമുക്ക് ഈശോ പറഞ്ഞില്ലേ, അറിവിൻ്റെ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയും. യോഹന്നാൻ 16:14. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അതായത് നമ്മുടെ ജീവിതത്തിനൊരു ആവശ്യമാണത്. നമുക്ക് എന്താ സംഭവിക്കാൻ പോണത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആത്മാവിൽ നയിക്കുന്ന ഒരു നിരന്തരം കർത്താവ് പ്രേരണ, അറിവ് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അറിയണമെങ്കിലേ പരിശുദ്ധാത്മാവിനെ ഈ ദിവസങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ പരിശുദ്ധത്തെക്കുറിച്ചല്ല പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിറയുന്നതോടുകൂടി അറിവിൻ്റെ വരം നമുക്ക് ലഭിക്കും. അത് വരാനിരിക്കുന്ന കാര്യങ്ങൾ അപ്പം നമുക്ക് സൂചനകൾ നൽകും. ഇപ്പം ഞാൻ അച്ഛനായപ്പോൾ തന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് മാറിയല്ല. അതെന്തുകൊണ്ടാണ്? ഞാൻ ഇടവക വികാരിയാണെങ്കിലും ഒരു മിഷണറി ആകാനാണ് കർത്താവിനെ വിളിച്ചിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് വരാനിരിക്കുന്ന കാര്യങ്ങൾ. അന്ന് ഭയങ്കര പുരുകയാണ്. ഞാൻ ആരും ഇത് ഉടുപ്പിടത്തില്ലല്ല. ഞാൻ ഇട്ടിട്ട് ഇന്ന് വരെ മാറ്റിയിട്ടില്ല. കാര്യം ഇന്ന് ഞാൻ മിഷണറിയായിട്ട് തന്നെ ഇടവകയെ ജോലിയും ശുശ്രൂഷയും മിഷണറി ഒരുമിച്ച് പോകാൻ പറ്റുമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായത്. അപ്പം അത് പക്ഷേ കർത്താവ് എന്നെ കാണിച്ചു തന്നു ഇനിയുള്ള. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഭയങ്കര കളിയാക്കും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. പിന്നെ ആരും എന്നെ മൈൻഡ് ചെയ്യാതെ അത് എത്ര അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള രീതി. പക്ഷേ എൻ്റെ ബോധ്യമായിരുന്നു ഇത് കർത്താവിനെ അറിയാത്ത അറിയിക്കുകയാണ്, അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയാണ്. എൻ്റെ സുവിശേഷ വേലയുടെ പ്രേക്ഷിത വേല കൂടി ഇതിൻ്റെ ഭാഗമാണെന്നുള്ളത് കർത്താവ് പറഞ്ഞത്. അതാണ് അറിവിൻ്റെ വരവെന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 2:14. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കാൻ വിവേചിച്ചറിയുന്നു കാര്യങ്ങളുടെ നന്മ തിന്മകള്. എന്തിനു വേണ്ടിയാണ്, ഇപ്പം നമ്മൾ പറയത്തില്ലേ എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഓരോ വിഷയം എന്തിനു വേണ്ടിയാണ് എന്താണെന്നുള്ള ഒരറിവുണ്ട്, എന്തിനു വേണ്ടിയാണെന്നുള്ളൊരു ജ്ഞാനമുണ്ട്. അപ്പോൾ നമുക്ക് ജ്ഞാനത്തെക്കുറിച്ച് നാളെ സംസാരിക്കാം. അപ്പോൾ അറിവ് എപ്പോഴും നമുക്ക് വേണം. കാര്യം ആത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾക്കൊരു കല്യാണം തന്നെയാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ പറമ്പ് മേടിക്കാൻ പോവുകയാണ്, ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കർത്താവ് നമുക്ക് അറിവ് തരും അതിൻ്റെ ആവശ്യമില്ലെന്ന്. അല്ലെങ്കിൽ നമുക്ക് അറിവില്ലെങ്കിലും നമ്മൾ അവിടുന്ന് മാറ്റും, ആ പ്രോജക്റ്റിൽ നിന്ന് മാറ്റും. കാര്യം വലിയ വിപത്താണ് വരാൻ പോകണമെന്നുണ്ടെങ്കിലും. ഇപ്പോൾ ഈ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവമായിട്ട് കണക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജീവിക്കാൻ പാടായിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അപ്പം ശ്രദ്ധിക്കേണ്ടത്, നമുക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവ വാഗ്ദാനങ്ങളെല്ലാം നിറവേറണമെന്നുണ്ടെങ്കിൽ ദൈവവാഗ്ദാനം വചനമാണ്. ഇത് ടെക്നിക്കാണ് കേട്ടോ. ഇതൊക്കെ പഠിച്ചിട്ട് അത് പരിശീലിച്ച് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഒരു വചനം എഴുതി വെച്ച് ആ വചനം നിങ്ങൾക്ക് കുറേ കഴിയുമ്പോഴത്തേക്കും മനസ്സിലാകും. ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്കും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് നിറവേറിയെന്ന് മനസ്സിലാകും. നമ്മളൊക്കെ ഈ വചനം കേൾക്കും, പിന്നെ ബുക്ക് കൂട്ടിയിട്ടിട്ട് പിന്നെ കേട്ടത് കുറേ കഴിയുമ്പോൾ മറക്കും. ഇതൊക്കെ ഒന്ന് എഴുതി വയ്ക്കാൻ പോലും
ശ്രമിക്കില്ല. എല്ലാവരും വിചാരിക്കും ഓ ഇതൊക്കെ യൂട്യൂബിലുള്ളതല്ലേ, എപ്പോൾ വേണമെങ്കിൽ കണ്ടോളാമെന്നോ. ഒരിക്കലും കാണാൻ പോണില്ല. നമ്മൾ അതിനു വേണ്ടി ജോലിയെടുക്കണം. ദൈവം എല്ലാം തന്നിട്ടും മടി കൊണ്ടാണ് അത് നമുക്ക് കിട്ടാതിരിക്കണത്. നമ്മളെ മടിയാണ് അത്. പിശാചാമ്പടി തരുന്ന ദൈവത്തെ അനുഭവിക്കേണ്ടെന്ന് വെച്ചിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ ഒരു ടെക്നിക്കാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയത് വചനം എടുക്കുക, നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. അപ്പോൾ വേണ്ടിയത് എന്തൊക്കെയാണ്? അമ്മ മാതാവ് ഈശോനെ കിട്ടിയത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, വചനം ഉണ്ടായിരുന്നു. അത് വിശ്വസിച്ച്, പിന്നെ വിശ്വാസം വേണം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഓൾറെഡി അവിടെ വചനമുണ്ട്, വചനം ദൈവ വാഗ്ദാനങ്ങളുണ്ട്, അതിരിക്കട്ടെ. അതിൻ്റെ കൂടെ അത് നിറവേറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? പരിശുദ്ധാത്മാവ്, വിശ്വാസം, പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ യോഗ്യത, അമ്മയ്ക്ക് ഈ 3 യോഗ്യത ഉണ്ടായിരുന്നു. അമ്മ വിശുദ്ധയായിരുന്നു, പിന്നെ വിശ്വാസം ഉണ്ടായിരുന്നു, പ്രാർത്ഥന ഉണ്ടായിരുന്നു, സമർപ്പണം ഉണ്ടായിരുന്നു. ഈ 3 കാര്യം ഉണ്ടായിരുന്നു. ലൂക്ക 1:38 നോക്കുമ്പോൾ അമ്മ അതാ സമർപ്പണം. അതങ്ങനെ തന്നെ നിറവേറട്ടെ. വിശ്വാസമാണ്. പരിശുദ്ധാത്മാവ് ഗബ്രിയേൽ മാലാഖ പറഞ്ഞത് തന്നെ അമ്മ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞിരുന്ന വിശുദ്ധയായിരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ 3 കാര്യം ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ 1 വിശുദ്ധി ഉണ്ടായിരിക്കണം. വിശുദ്ധി ജീവിതം നമ്മൾ നയിക്കണം. ഫസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് ദൈവ അനുഭവം കിട്ടണമെങ്കിൽ, ദൈവത്തിൻ്റെ സ്വന്തം ആകണമെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തേത് വിശുദ്ധ ജീവിതം. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കുമ്പോൾ ഉറക്കം വരും കേട്ടാ. ഉറക്കം എന്നവർ ശ്രദ്ധിക്കണം, ഈ വചനം നിങ്ങൾക്കുള്ളതാണെന്ന്. രണ്ടാമത്തത് വിശ്വാസം, മൂന്നാമത്തത് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഈ 3 കാര്യം എങ്ങനെയാണ് നമുക്ക് വിശുദ്ധി ജീവിതം നയിക്കാം? പല വഴിയുണ്ട്. ഇതിലൊരു കാര്യം, മെയിനായിട്ടുള്ള കാര്യം, വിശുദ്ധി എന്താ? ദൈവം വിശുദ്ധനാണ്. അപ്പോൾ 1 തെസ്സലോനിയ 4:7 നമ്മൾ വിളിക്കപ്പെട്ടവരാണ്, വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ദൈവം വിശുദ്ധനായതുകൊണ്ട്, പരിശുദ്ധനായതുകൊണ്ട് നമ്മളും വിളിക്കപ്പെട്ടവരാണ്. അപ്പം ദൈവത്തിൻ്റെ തിരുമനസ് നമ്മൾ വിശുദ്ധിയിൽ നിൽക്കണം, എന്നാലേ നമുക്ക് ദൈവത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. മത്തായി 5:9 പറയുന്നത്, നീ സമാധാനം സ്ഥാപിക്കുമ്പോഴാണ്, സമാധാനത്തിന് വേണ്ടി നീ ജോലിയെടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മക്കളായി തീർന്നത്. ദൈവം നിന്നെ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് വിളിക്കും. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അടുത്ത് നിർത്തും. അപ്പം നീ വിശുദ്ധിയിൽ ജീവിക്കും. ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് വിശുദ്ധി. ദൈവത്തിലിരുന്ന് അകന്നു പോകുന്ന അശുദ്ധി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ, എപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറണമെന്നുണ്ടെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കണം, ദൈവത്തിൻ്റെ അടുത്തായിരിക്കണം. രണ്ടാമത് വിശ്വാസം വേണം. വിശുദ്ധി, വിശ്വാസം, പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശുദ്ധിയിലേക്ക് വരാൻ ഇതിലൊറ്റ മാർഗമാണ് ദൈവത്തിൻ്റെ മകനോ മകളോ ആകാൻ. ഹെബ്രിയ 12:14 പറയണത് തന്നെയാണ്. സമാധാനത്തിന് വേണ്ടി നീ ജോലിയും ചെയ്ത് വിശുദ്ധിയിൽ ജീവിക്കുമ്പോഴാണ് നീ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശുദ്ധി ജീവിതം നയിക്കണമെങ്കിൽ ഇന്ന് പറഞ്ഞിട്ടുള്ളത് സമാധാനം ആഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലവരും അത് ആഗ്രഹിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എപ്പോഴും എന്താ കാര്യമെന്ന് വെച്ചാൽ, ഒരു പ്രശ്നം ആരെങ്കിലും
നമ്മളെ ജീവിതത്തിൽ തന്നെ, കുടുംബത്തിൽ തന്നെ, ഇപ്പോൾ ഭർത്താവായാലും ഭാര്യ ആയാലും ഒരു ചെറിയ പ്രശ്നം അവർ നമുക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ അത് കേട്ടില്ലെന്ന് വെച്ചാൽ അവിടെ സമാധാനം നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ അത് അന്വേഷിക്കാതെ പോയാൽ തന്നെ അവിടെ സമാധാനമാണ്. ചോദിക്കാൻ പോകുമ്പോൾ ആ പ്രശ്നം വരുന്ന പിശാച് ഇങ്ങനെ ഒരുക്കി വച്ചിരിക്കുന്നത്. ഞാൻ പലവരെയും കണ്ടിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും വേണ്ടാത്ത കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ അത് കേട്ടില്ലെങ്കിൽ അവർ തന്നെ അവനെ പോയി വിളിച്ചിട്ട് നീ പറഞ്ഞാൽ 200 പ്രാവശ്യം പറ എന്ന് പറയും. എനിക്ക് ഒന്നുകൂടി കേൾക്കണമെന്ന്. ഞാൻ ഒന്നും പറഞ്ഞില്ല, നീ പറഞ്ഞ് ഇപ്പം പറ എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കല്ലെറിഞ്ഞ് അത് നമുക്ക് കൊണ്ടില്ല, ആ കല്ല് പോയി അന്വേഷിച്ചെടുത്ത് അതെടുത്ത് അവൻ്റെ കൈ കൊടുത്ത് ഏറി 200 പ്രാവശ്യം ഏരി എന്ന് പറഞ്ഞ് നെഞ്ചും കാട്ടി നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ പിശാചിൻ്റെ പ്രവൃത്തിയാണ്. അവന് എറിഞ്ഞ് അത് കൊണ്ടില്ല, ഞമ്മ മാറിക്കളയുക, എന്നിട്ട് മാറിപ്പോവുക അങ്ങോട്ട്. ഇത് പലവരും കാണിക്കുന്നത് ആ കല്ല് അന്വേഷിച്ച് പിടിച്ചെടുത്ത് അവനോട് ചോദിച്ച് അത് തിരിച്ച് വാങ്ങിക്കും. ഭാര്യ ആണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും ഭർത്താവ് ഭാര്യയോടാണ് നീ എന്താ പറഞ്ഞാൽ നീ പറഞ്ഞേ ഇപ്പം പറ. പ്രൈസ് ദി ലോർഡ്. പോയി അവിടെ വിശുദ്ധി പോയി. എന്നിട്ട് അത് വാങ്ങിച്ച് ആ കല്ലേരി വാങ്ങിച്ച് അത് കേൾക്കും. ഇതാണ് ഞാൻ പറഞ്ഞതെന്ന് അവസാനം പറയും. അയാൾ പറഞ്ഞത് ഒറ്റ പ്രാവശ്യമായിരിക്കും പറഞ്ഞത്. അത് പിന്നെ അവിടെ ഇരുന്ന് ധ്യാനിക്കും. രാത്രിയും പകലും ഈ പറഞ്ഞ കാര്യം അങ്ങോട്ട് ധ്യാനിക്കാൻ തുടങ്ങും. സമാധാനം പോയി, വിശുദ്ധിയും പോയി. പ്രൈസ് ദി ലോർഡ്. സമാധാനം പോയാൽ വിശുദ്ധി പോയി. പിന്നെ ദൈവ വാഗ്ദാനം നിറവേറില്ല നിങ്ങളിൽ. പ്രൈസ് ദി ലോർഡ്. ആ സമയം ഉണ്ടെങ്കിൽ വചനം ധ്യാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിശുദ്ധരായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം ധ്യാനിക്കുന്നത് ഭാര്യ പറഞ്ഞത്, ഭർത്താവ് പറഞ്ഞത്, അയൽക്കാരൻ പറഞ്ഞത്, കൂട്ടുകാർ പറഞ്ഞത്, ജോലി സ്ഥലത്ത് അവർ പറഞ്ഞത്, അതെല്ലാം അങ്ങോട്ട് അവർ ഒരു പ്രാവശ്യം പറഞ്ഞാൽ അവർ പറഞ്ഞത് മറന്നിട്ടുണ്ടാകാം. പക്ഷേ നമ്മ അത് ധ്യാനിച്ച് അതിനെക്കുറിച്ച് ഓർത്ത് സമാധാനം നശിപ്പിക്കും. എന്നിട്ട് അവരെക്കുറിച്ച് വേറെ കുറ്റവും പറയും, അവിടെ വേറെ സമാധാനം. അവരത് കേൾക്കുമ്പോൾ അവിടെ സമാധാനം വേറെയും പോയി. ഇത് ഒരിക്കലും പാടില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളെ വിശുദ്ധി നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം യാക്കോബ് 3-ാം അധ്യായം 6-ാം തിരുവചനം, നിൻ്റെ നാവാണ് നിൻ്റെ വിശുദ്ധിയെ മലിനപ്പെടുത്തുന്നത്. നാവ് കൊണ്ട് നമ്മുടെ ശരീരം മലിനമാവും, ആത്മാവ് മലിനമാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മ അറിയില്ല. സമാധാനം ആഗ്രഹിക്കുന്നവർ ആവശ്യമില്ലാതെ സംസാരിക്കരുത്, മിണ്ടരുത്. അമ്മ മാതാവ് വിശുദ്ധിയായിരുന്നെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ മിണ്ടിയിട്ടില്ല. ഔസേപ്പിതാവ് ആ കല്യാണം നിർത്തിവെക്കാൻ ആഗ്രഹിച്ചപ്പോഴും അമ്മയ്ക്ക് വേണമെങ്കിൽ പോയി പറയാറുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് വന്നാൽ എനിക്ക് ഗബ്രിയേൽ മാലാഖ തോന്നിയിട്ട് എന്നോട് പറഞ്ഞതാ. മിണ്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. തന്നെ ന്യായീകരിച്ചില്ല. നമുക്കെല്ലാം ഉള്ള കുഴപ്പം വിശുദ്ധി നഷ്ടപ്പെടുന്നത് നമ്മളെ ന്യായീകരിക്കാൻ പോകുമ്പോഴാണ് വിശുദ്ധി നഷ്ടപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് തെറ്റ് പറയട്ടെ, നാട്ടുകാർ മൊത്തം തെറ്റ് പറയട്ടെ, ന്യായീകരിക്കാൻ പോരുത്. നിൻ്റെ ദൈവത്തിനറിയാം നിന്നെക്കുറിച്ച്. ഞാൻ ന്യായീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാനും ദൈവവും തമ്മിലുള്ള അകൽച്ച ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പോകണ്ട. നിൻ്റെ ശരിയാണെന്ന് നിൻ്റെ ശരി അവർക്ക് കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല നിനക്ക്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നാവാണ് നിന്നെ നശിപ്പിക്കുന്നത്. നിന്നിൽ അശുദ്ധി കൊണ്ടുവരുന്നത് നാവാണ്. യാക്കോബ് 3-ാം അധ്യായം 6-ലാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അമ്മ മാതാവിനെ ഓർത്താൽ മതി. ഒരു കാരണവശാലും
അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കരുത്, തെറ്റ് പറയരുത്, മിണ്ടരുത്. പ്രൈസ് ദി ലോർഡ്. പലവർക്കും ഉള്ള പ്രശ്നം ഇതാണ്.